CPM സംസ്ഥാന നിലപാടിനെ എതിർത്ത CITU നേതാവും ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CPMന്റെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത്. മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളെ ശക്തമായി വിമർശിച്ചിരുന്ന CITU സംസ്ഥാന കമ്മിറ്റി അംഗം മലയാലപ്പുഴ മോഹനനും പാർട്ടി നേതൃത്വത്തിന് വഴങ്ങിയോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ബുധനാഴ്ച രാവിലെ CBI അന്വേഷണം വേണമെന്ന നിലപാട് ഇടയ്ക്കെടുത്തിരുന്ന അദ്ദേഹം വൈകിട്ട് നിലപാട് മാറ്റി. സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിലേക്കാണ് ചുവട് മാറ്റിയത്. പോലീസ് അന്വേഷണത്തിൽ സംശയം ഉന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്താനാകില്ലെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്ന് കരുതുമെന്നായിരുന്നു മോഹനന്റെ രാവിലത്തെ പ്രതികരണം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CBI അന്വേഷണം എന്ന ആവശ്യത്തോട് യോജിക്കാത്ത നിലപാട് എടുത്തപ്പോഴാണ് മോഹനൻ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഗോവിന്ദനെ തള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ മോഹനൻ മാറിയെന്നാണ് നിലപാട് മാറ്റം സൂചിപ്പിക്കുന്നത്. CBI അന്വേഷണം എന്ന ആവശ്യത്തെ എതിർക്കുകയായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി. കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് CBIയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. അതിന് CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എതിർക്കുന്നുവെന്ന അർത്ഥമില്ല എന്ന് മോഹനൻ പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. CBI എന്നത് അന്വേഷണത്തിന്റെ അവസാന വാക്കല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. CBI ആണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് എന്നത് തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇന്നലെയും അത് അംഗീകരിച്ചിട്ടില്ല, ഇന്നും അത് അംഗീകരിക്കുന്നില്ല, നാളെയും അംഗീകരിക്കില്ല. സുപ്രീം കോടതി പറയുന്നത് പോലെ കൂട്ടിലടച്ച തത്തയാണ് CBI. കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത് അത് ചെയ്യുന്നതാണ് CBI എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. CPM നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ CBI അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യം. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയമുണ്ടെന്നും സംഭവത്തിൽ PP ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഏതായാലും ഹൈക്കോടതി ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 6-ാം തീയതി കേസ് ഡയറി ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇതിനുശേഷം ഹർജിയിൽ ഡിസംബർ 9-ാം തീയതി കോടതി വിശദമായ വാദം കേൾക്കും.